എനിക്കും മരിക്കുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ മുന്നിൽ എനിക്കൊന്ന് തലകുനിക്കണം. അവിടുന്ന് ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വുദുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്നാണ് നമസ്കരിക്കുന്നത്. ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്ന് നിസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് കരയുന്നു, അല്ലാഹ്, എപ്പോഴും ഞാൻ വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. പടച്ചവനെ, ഇന്ന് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാനുള്ള കാരണമെന്ത്? എന്റെ പ്രിയമുള്ളവരെ, വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കേണ്ടത്, അല്ലാതെ ചെറിയ സൂറത്ത് ഓതിയിട്ടല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചാൽ അവന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഉമ്മ അറിയുന്നതിൽ വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുമ്മ. എന്റെ പ്രിയപ്പെട്ടവര്, അതാ മഹാനായ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, നാഥാ, എനിക്ക് നിന്റെ മുന്നിൽ ഒരുപാട് നേരം നിൽക്കണമെന്ന് മോഹമുണ്ട് തമ്പുരാന്. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് തമ്പുരാന്. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെറിയ സൂറത്ത് ഓതി നിസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ നമസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. എനിക്കും മരിക്കാൻ പേടിയാണെന്ന് ഈ ശത്രുക്കൾ വിചാരിക്കും തമ്പുരാന്. അതുകൊണ്ടാണ് റബ്ബേ ഞാൻ എളുപ്പമങ്ങ് നിസ്കരിച്ചത്. അല്ലാ, എനിക്കിനി നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പടച്ചവനെ സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആ കഴുത്തിലേക്ക് കയറെടുത്തിട്ടു. എല്ലാവരും താഴെ നിൽക്കുകയാണ്. ശത്രുക്കൾ മുഴുവനും താഴെ നിൽക്കുമ്പോ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഴുത്തിലേക്ക് അതാ അവിടുന്ന് കയറെടുത്തിട്ടു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. തൂക്കുമരത്തിൽ കിടക്കുമ്പോ മുത്തുനബിയോട് സലാം പറയുകയാണ്. ശത്രുക്കൾ തന്റെ തൊണ്ടയിലേക്ക്, തന്റെ കഴുത്തിലേക്ക് കയറ് മുറുക്കുമ്പോ ഉബൈബ് ചിരിക്കുകയാ. ഉബൈബ് ചിരിക്കുകയാ. അതിന്റെ കാരണമെന്തെന്നറിയുമോ? അതിന്റെ കാരണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഉബൈബ്